ക്രൂ അവിടെ ഫയർ അണച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ പൂർണ്ണമായും അത് അണയ്ക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കുറേ പേര് അകത്ത് കയറിയിട്ടുണ്ടോ? ഉണ്ട്. നമ്മൾ ബ്രീത്തിങ് അപ്പാരറ്റസ് സെറ്റ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് കനത്ത പുകയാണുള്ളത്, അപ്പോൾ ബ്രീത്തിങ് അപ്പാരറ്റസ് സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫയർ ഫൈറ്റിംഗ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ തുണിത്തരങ്ങളുള്ള ഏരിയ പൂർണ്ണമായും തീ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓപ്പറേഷൻ പൂർണ്ണമായും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് കൂടുതൽ ഏരിയയിലേക്ക് പടരുന്നത് കൺട്രോൾഡ് ആണ്. തീർച്ചയായിട്ടും തൊട്ടടുത്ത ഏരിയയിലേക്ക് പടരുന്നത് നമ്മൾ വളരെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുണിത്തരങ്ങളായതുകൊണ്ട് തന്നെ തീ അണക്കുന്നതിന് കുറച്ച് കാലതാമസം എടുക്കുമെങ്കിൽ പോലും തീ ഇനി പടരുന്നൊരു കണ്ടീഷൻ നമ്മൾ പൂർണ്ണമായും തടഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായി അടക്കണമെങ്കിൽ കുറേ സമയം വേണ്ടി വരുമോ നിലവിലെ അവസ്ഥയിൽ? തീർച്ചയായിട്ടും കുറച്ച് ടൈം എടുക്കും. കാര്യം ഇത് തുണിത്തരങ്ങളാണ്, റാക്കായിട്ട് വെച്ചിട്ടുള്ളതാണ്. എടുക്കുന്ന തുണിത്തരങ്ങളിൽ തന്നെ, നമ്മൾ വീഴുന്ന തുണിത്തരങ്ങളിൽ തന്നെ വീണ്ടും ഫയർ കത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഓരോ ഏരിയ സെഗ്മെൻറ്റ് കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ തീ അണച്ചിട്ട് വരുന്നത്. മണിക്കൂറുകൾ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് ആശ്വാസം. തീർച്ചയായിട്ടും നമ്മൾ തീ പിടിച്ച ഏരിയയിൽ തന്നെ തീ നിലനിർത്താൻ നമുക്ക് സാധിച്ചു. കൂടുതൽ കെട്ടിടത്തിന് മുൻഭാഗത്തേക്ക് പടരുന്ന നമുക്ക് തടയാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു ഘടകം. മറ്റ് കാഷ്വാലിറ്റികളില്ല എന്നത് ആശ്വാസകരമാണ്. ആവശ്യാനുസരണം കോഴിക്കോട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് കൂടുതൽ ഫയർ എഞ്ചിനുകൾ എത്തിയതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തീ കൺട്രോൾ ചെയ്യാൻ സാധിച്ചു എന്നാണ് ഇതിൽ ആശ്വാസകരമായ കാര്യം. ഗ്ലാസ് തകർത്ത് ഈ ലാഡർ ഉപയോഗിച്ചാണോ കയറിയത്? വേറെ വഴിയിലൂടെ കയറിയിട്ടുണ്ടോ? നമ്മൾ മൾട്ടിപ്പിൾ എൻട്രിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കെട്ടിടത്തിൻ്റെ ഈ സൈഡിൽ നിന്നുള്ള നമുക്ക് വളരെ ഈസി ആയിട്ട് ലാഡർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റി. അതേസമയം കെട്ടിടത്തിൻ്റെ ഫയർ എക്സിറ്റ് വഴി കൃത്യമായി എൻട്രി ആവാൻ പറ്റിയതാണ് ഇതിലൊരു പ്ലസ് പോയിൻ്റായി നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഫയർ സ്പോട്ടിൽ, ഫയറിൻ്റെ സീറ്റ് ഓഫ് ഫയറിൽ തന്നെ നമുക്ക് ഫയർ ഫൈറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെ കട്ട പുകയായിരുന്നല്ലോ അല്ലേ ബേസ്മെൻറ്റിൽ? ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാവും, പക്ഷേ അതിനൊക്കെ മറികടന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫയർ ഫൈറ്റ് ചെയ്യുന്നത്. കൂടെ നമ്മൾ എക്സോസ്റ്റ് ബ്ലോവർ എന്ന് പറഞ്ഞുള്ള മെഷീൻ എത്തിച്ചിട്ടുണ്ട്. അത് കെട്ടിടത്തിനകത്തുള്ള പുക പുറത്തേക്ക് അടിച്ച് മാറ്റിക്കൊണ്ട് ഫയർ ഫൈറ്റിംഗ് കുറേ കൂടി എളുപ്പമാക്കാനും വളരെ പെട്ടെന്ന് പൂർണ്ണമായും തീ അണക്കാനുള്ള സാധിക്കുന്ന രീതിയിലാണ് എക്സോസ്റ്റ് ബ്ലോവറുകൾ എത്തിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്? നമുക്ക് ആവശ്യാനുസരണം മൊബൈൽ ടാങ്ക് യൂണിറ്റുകൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഹോസുകൾ ലേ ഔട്ട് ചെയ്തുകൊണ്ട് ഫയർ ഫൈറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ മോണിറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ കെട്ടിടത്തിൻ്റെ 2ാം നിലയിലും അതിൻ്റെ തൊട്ടടുത്തിലേക്കും സ്പ്രെഡ് ആകാൻ സാധ്യതയുണ്ടായിരുന്ന ഫയർ നമ്മൾ മോണിറ്റർ ഉപയോഗിച്ചാണ് ഫയർ ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. കൂടെ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ആവശ്യാനുസരണം വെന്റിലേഷൻ നടത്തി ഈ ഓപ്പറേഷൻ എല്ലാം കൂടെ ചേർന്നതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഇടങ്ങളിലേക്ക് തീ വ്യാപിക്കാതെ തടയാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ കൂടുതൽ ഉദ്യോഗസ്ഥർ ഇപ്പം അകത്തോട്ട് കയറുന്നുണ്ടോ? ഇപ്പോൾ നിലവിൽ നമ്മളൊരു 3 ക്രൂ ആയിട്ട് എൻട്രി ആയിട്ട് ഫയർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കനത്ത പുകയുള്ളത് കൊണ്ട് തന്നെ ബ്രീത്തിങ് അപ്പാരറ്റസ് സെറ്റ് ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആവശ്യാനുസരണം ബ്രീത്തിങ് അപ്പാരറ്റസ് എത്തിച്ച് ആളുകൾ എൻട്രി ആയിട്ടുണ്ട്. നിലവിലുള്ള സാഹചര്യം നോക്കിയിട്ട് ഈ ഭാഗത്തിൽ നിന്നും അതേപോലെ ബേസ്മെൻറ്റ് വഴി ഫയർ എക്സിറ്റ് വഴിയും നമ്മൾ എൻട്രി നടത്തുന്നുണ്ട്. ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നു അകത്തുനിന്ന്, അത് സുരക്ഷിതമായി എടുത്ത് മാറ്റിയിട്ടുണ്ട്. നിലവിൽ അപകട സാധ്യതയില്ല.